മനസ്സിലാക്കൽ. ഇസ്ലാമിക സമൂഹത്തിൽ സ്ത്രീകൾ സ്വതന്ത്രരാണ്. അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട്. മുസ്ലിം പെണ്ണിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവളെ ഉടല് പബ്ലിക് സ്വത്തല്ല, പൊതു സ്വത്തല്ല. സ്ത്രീകളുടെ സൗന്ദര്യം കച്ചവട ചരക്കല്ല. അതുകൊണ്ട് അവർ ഗേളുകളാക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. പ്രിയമുള്ളവരെ, വെപ്പാട്ടിയുടെ ജീവിതം ഞങ്ങൾ അനുവദിക്കാറില്ല. വേശ്യാവൃത്തിയിലൂടെ പൈസ സമ്പാദിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. കുടുംബ ജീവിതത്തിന്റെ ധാർമ്മികതയിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ സൗന്ദര്യം പ്രിയമുള്ളവരെ പൊതു വസ്തുവല്ല, അത് പ്രകടിപ്പിക്കില്ല, അത് മറച്ചു വെക്കും. അതുകൊണ്ട് മുസ്ലിം സ്ത്രീ തന്റെ ഭർത്താവിന് മുന്നിൽ മാത്രമാണ് തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുകയുള്ളൂ. അതിനപ്പുറം തന്റെ സൗന്ദര്യം പൊതുമണ്ഡലത്തിൽ പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ശരീരം പ്രദർശിപ്പിക്കാനും അങ്ങനെ പട്ടി പ്രദർശനത്തെ പോലെ പെണ്ണ് പ്രദർശനവും സൗന്ദര്യ മത്സരവും ചുംബന മത്സരവും ഒന്നും ഇസ്ലാമിക സംസ്കൃതിയിലില്ല. ഇസ്ലാമിന് ഉന്നതമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ കത്തിവെക്കുവാൻ സംഘപരിവാറിനപ്പുറം ഇപ്പോൾ ലോകത്തൊരു പ്രശ്നമാണ്. മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്. മുസ്ലിം വിശ്വാസവും മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സംഘടനകളും എല്ലാം പ്രശ്നക്കാരാണ്. ഇസ്ലാം ഈസ് ടെററിസം. ഇസ്ലാം ഒരു ഭീകരതയാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് തീവ്ര പോരാഞ്ഞിട്ട് ഇസ്ലാം ഈസ് എക്സ്ട്രീം ടെററിസം. എക്സ്ട്രീം ഇസ്ലാം അങ്ങേറ്റം ഭീകരമാണ്. മുസ്ലിം നാടുകൾ പ്രശ്നം സൃഷ്ടിക്കുന്നവരാണ്. മുസ്ലിം പെണ്ണുങ്ങൾ അടിമകളാണ്. അവർ ധരിക്കുന്ന വസ്ത്രം പിന്തിരിപ്പനാണ്. അവരുടെ ശരീരത്ത് മുസ്ലിങ്ങളുടെ നിയമവ്യവസ്ഥകൾ വളരെ പിന്തിരിപ്പനാണ്. അതങ്ങ് ഗോത്രവർഗ സമൂഹത്തിന്റെ സംസ്കാരമാണ്. അവരുടെ വിശ്വാസവും ആദർശവും ഒക്കെ അങ്ങ് അഫ്ഗാനിസ്ഥാനിലെ ഗോത്ര സമൂഹത്തെ പോലെ പ്രാകൃതമാണ്. അവരുടെ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ നാടിന് അപകടമാണ്. ആ ഖുർആനിലെ സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ തൗബ, ഇങ്ങനെ ഖുർആനിലെ ആയത്തുകളും സൂക്തങ്ങളും ഉദ്ധരിച്ചു കൊണ്ടുപോലും വിശുദ്ധ ഖുർആനെ പോലും ഇവിടെ ഏതോ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും വളരെ നീചമായ ഭാഷയിൽ, നികൃഷ്ടമായ ഭാഷയിൽ അപവാദങ്ങളുടെയും തെറിവിളികളുടെയും ചീത്തവിളികളുടെയും ഒക്കെ അടിത്തറയിൽ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ, ക്ലബ് ഹൗസുകളിലൂടെ പ്രവാചക വചനങ്ങളെ പോലും വളരെ ഭീകരമായി തെറ്റിദ്ധരിച്ചുകൊണ്ട്, പ്രവാചകൻ ഒരു മദ്യപാനിയാണ് എന്ന് പോലും പറഞ്ഞുകൊണ്ട്, പ്രവാചകൻ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പ്രവാചകനെ കുറിച്ച് പോലും പച്ചക്കള്ളവും കല്ലുവച്ച നുണകളും സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമോഫോബിക് ആയ ഒരു അന്തരീക്ഷം, ആകാശവും ഭൂമിയും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും പ്രിന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഇസ്ലാമോഫോബിയയുടെ ഒരു കടുത്ത മഴ. നമ്മുടെ നാട്ടിൽ 2 പ്രളയങ്ങൾ നടന്നിട്ടുണ്ട്. ആ പ്രളയത്തിൽ ഈ രാജ്യത്തുണ്ടായതുപോലുള്ള വലിയ പ്രളയമാണ് ഇസ്ലാം വിരുദ്ധതയുടെ പ്രളയം, ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രളയം. അത് കേരളത്തിന്റെ മണ്ണിൽ പോലും ലോകത്താകമാനം ഇസ്രായേൽ നേതൃത്വം നൽകുന്ന സിയോണിസ്റ്റ് ശക്തികൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള കടുത്ത വംശീയ, കടുത്ത തീവ്ര ഭീകരവാദ പ്രയോഗങ്ങളിലൂടെ ലോകം മുഴുവൻ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ, സിയോണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, അതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ, ലോകത്തെ സാമ്രാജ്യത്വ ചേരിയുടെ പിന്തുണയോട് കൂടിയിട്ട് ലോകത്തെ കോർപ്പറേറ്റുകൾ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ, വലിയ വലിയ കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങൾ, അവരെല്ലാവരും യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയിൽ അണിചേർന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ, അവർ ഈ രാജ്യത്തിൽ അധികാരത്തിൽ ഏറാനുള്ള അവരുടെ യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രത്യയശാസ്ത്രമല്ല, അവരുടെ ബെഞ്ച് ഓഫ് തോട്ടോ, ബിജെപിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ മാതൃക കണ്ടിട്ടോ, അവരുടെ മനുസ്മൃതി കണ്ടിട്ടോ, അവരുടെ വേദങ്ങളും പ്രസ്ഥാനങ്ങളും ചിന്തകളും ഒക്കെ കണ്ടിട്ടില്ല ഈ രാജ്യത്ത് ഇന്ന് RSSന് അധികാരം പോലും കിട്ടിയിട്ടുള്ളത്. അവർ പോലും അധികാരത്തിന്റെ ഏണിപ്പടികൾ കയറി ചെന്നത് മുസ്ലിം വിരോധത്തിന്റെയും ഇസ്ലാം വെറുപ്പിന്റെയും മുസ്ലിങ്ങളെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കളവ് പ്രചരിപ്പിച്ച് പ്രോപ്പഗണ്ട വാറുകൾ നടത്തിക്കൊണ്ട് അത് ഈ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ സാധാരണക്കാരെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് മുസ്ലിങ്ങളെ പറ്റിയ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിച്ചുകൊണ്ടാണ് അതിന്റെ മറവിലും ചിലവിലുമാണ് ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ പോലും ഇന്ന് സംഘപരിവാർ കയറിയിരിക്കുന്നത്. അവർ പോലും പ്രതിനിധീകരിക്കുന്ന ആദർശത്തിന്റെ മഹത്വം ലോകത്തോട് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ രാഷ്ട്രീയത്തിന്റെ വിജയം ഒരുപക്ഷെ BJP സംഘപരിവാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ രാജ്യത്ത് നേടിയെടുത്ത നേട്ടങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ല. കാർഷിക മേഖല, വ്യവസായിക മേഖല, വാണിജ്യ മേഖല, ജനങ്ങളുടെ തൊഴിൽ ജീവിതം, ജനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ തലമുറയുടെ തൊഴിലിടം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും RSS ഒരു പരാജയമാണ്, സംഘപരിവാർ ഒരു പരാജയമാണ്. പക്ഷെ എല്ലാ പരാജയങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം വിരോധം, മുസ്ലിം വെറുപ്പ് ആളിക്കത്തിച്ച് അത് നാട്ടിലൊന്നാകെ ആളിക്കത്തിച്ച് അതിന്റെ ചെലവിലാണ് ഈ രാജ്യത്ത് ഇന്നും അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കലാപം നടത്തിയിട്ടുണ്ട് എന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഗുജറാത്തിൽ കലാപം നടത്തി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുണ്ട് എന്നതാണ്. ആ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള, ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഏറ്റവും അവസാനം കോടതികളിൽ അവസാനം പോലും പറയുന്നത് അവരെ ബലാത്സംഗം ചെയ്ത ബ്രാഹ്മണന്മാരാണത്രേ. ആ ബ്രാഹ്മണന്മാർ വിശുദ്ധന്മാരാണത്രേ. ബ്രാഹ്മണന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ബലാത്സംഗം ചെയ്താൽ അതൊരു വിശുദ്ധ ബലാത്സംഗമാണ്. അങ്ങനെയാണ് ഇപ്പോൾ സംഘപരിവാർ പറയുന്നത്. അവർ കലാപം നടത്തിയാൽ അത് വിശുദ്ധമായ കലാപമാണ്, അവർ ബലാത്സംഗം നടത്തിയാൽ അത് വിശുദ്ധമായ ബലാത്സംഗമാണ്, അവർ അഴിമതി നടത്തിയാൽ അത് വിശുദ്ധമായ അഴിമതിയാണ്, അവർ ഈ രാജ്യത്തെ കൊന്ന് ഈ രാജ്യത്തെ കൊള്ളയടിച്ചാൽ അത് വിശുദ്ധമായ ദേശീയമായ ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ കൊള്ളയാണ്. ദേശസ്നേഹത്തിൽ വിജൃംഭിതരായ രാജ്യസ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അഴിമതിയാണ്. രാജ്യസ്നേഹത്തിന്റെയും തീവ്ര ദേശീയതയും ഒക്കെ ബലാത്സംഗങ്ങളാണ് അവർ ചെയ്തത്. അത് ചെയ്തത് ബ്രാഹ്മണന്മാരാണ്. ആ ബ്രാഹ്മണന്മാർ വിശുദ്ധരാണ് എന്നതാണ് ഏറ്റവും അവസാനം നമ്മുടെ രാജ്യത്തെ കോടതികൾ പോലും പ്രഖ്യാപിച്ചിട്ടുള്ള വേദതത്വം. ഞാൻ പറയുന്നത്, ഈ രാജ്യത്ത് അമിത്ഷയുടെ ആ വലിയ കുടവയറുണ്ടല്ലോ, വർഗീയത വലിയൊരു കുടവയർ ചുമന്നുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തെ വലിയ ഹീറോയാണ്. വലിയ ഹീറോയായി മാറിയതും അദ്ദേഹത്തിന്റെ യോഗ്യത ഈ മുസ്ലിം വെറുപ്പ് തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത കാൻഡിഡേറ്റ്, സംഘപരിവാറിന്റെ അടുത്ത നോമിനി എന്ന് പറയുന്നത് സാക്ഷാൽ യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഒരു വലിയ ഹീറോയാണ്. ആ ഹീറോയിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബുൾഡോസർ രാജ്യത്തിന്റെ ഉടമയാണ്. അവിടെ എതിർക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പുതിയ ഇന്ത്യയായി മാറുകയാണ്. പഴയ ഇന്ത്യയല്ല, പാർലമെന്റ് തന്നെ മാറി പുതിയ പാർലമെന്റിലേക്ക് മാറുകയാണ്. കോടതി വ്യവഹാരങ്ങൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ വാദിക്കാനും അതുപോലെ അപ്പീൽ കൊടുക്കുവാനും അതുപോലെ നിങ്ങൾക്ക് വാദമുഖം ഉന്നയിക്കാനും ഒക്കെ ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടന മാനദണ്ഡമാണെങ്കിലും വിധി എന്ന് പറയുന്നത് പ്രിയമുള്ള ഒരു ഭരണഘടനാടിസ്ഥാനമല്ല. കാരണം ഭരണഘടന മാറിയിട്ടുണ്ട്. മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ, സംഘപരിവാറിന്റെ വിചാരധാരയുടെ അടിത്തറയിൽ RSSന്റെ നാഗ്പൂരിൽ നിന്നുമുള്ള വിധികളാണ് ഇന്ന് സുപ്രീം കോടതിയിലൂടെ, അല്ലെങ്കിൽ ഹൈക്കോടതികളിലൂടെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളിൽ വരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഇന്ത്യ, ഒരു പുതിയ ഭരണഘടന, ഒരു പുതിയ രാജ്യമായി നമ്മുടെ രാജ്യം മാറി വരികയാണ്. ഇത്തരം ഒരു സങ്കീർണമായ പ്രതിസന്ധി പൂർണ്ണമായ ഒരു പശ്ചാത്തലത്തിലാണ് SIOന്റെ കൊച്ചുമക്കൾ, കൊച്ചനുജന്മാർ, പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങൾ കീഴടങ്ങുന്ന ഒരു സമൂഹമല്ല, ഞങ്ങൾ അങ്ങനെ തോറ്റൊരു സമൂഹമല്ല. പ്രതിസന്ധിയിൽപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് തൊഴിലുന്ന, ആകെക്കൂടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പേടിച്ച് ഭയപ്പെട്ട് മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് അങ്ങനെ ഏത്തമിട്ടുകൊണ്ട് ഞങ്ങൾ ഏത്തമിട്ട് നിന്ന് നിങ്ങളുടെ ഏതോ അർത്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു കീഴടങ്ങലിന്റെ രാഷ്ട്രീയം, ഒരു കീഴടങ്ങലിന്റെ ഒരു തോറ്റുകൊടുത്തുകൊണ്ട് അതുവഴി സംഘപരിവാറിൽ നിന്ന് കിട്ടുന്നതൊക്കെ പോരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ പലരും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും ഒരുപാട് ആളുകൾ BJPയിലേക്ക് കൂട്ടമായി മതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘപരിവാറിന്റെ കോടികൾ കണ്ടുകൊണ്ട് ഗോവയിലെയും അതുപോലെ പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ MLA-മാര് BJPയിലേക്ക് എല്ലാവരും തന്നെ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കാസപോലുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ നാട്ടിലൊന്നാകെ സംഘപരിവാറിന്റെ ക്രൂരമായ വേട്ടയാളികൾക്ക് വിധേയമാകുന്ന ഒന്നാമത്തെ സമൂഹമാണ് മുസ്ലിങ്ങളെങ്കിൽ രണ്ടാമത്തെ സമൂഹം ക്രൈസ്തവരാണ്, മൂന്നാമത്തെ സമൂഹം കമ്മ്യൂണിസ്റ്റുകളാണ്, അതിനുശേഷമുള്ള സമൂഹമാണ് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു സന്ദർഭത്തിൽ സംഘപരിവാറിന്റെ മുമ്പിൽ നെഞ്ച് നിവർത്തി നിൽക്കുവാൻ കോൺഗ്രസ് ധൈര്യം കാണിക്കുന്നില്ല, നെഞ്ച് നിവർത്തി നിൽക്കാൻ കോൺഗ്രസ് ധൈര്യം കാണിക്കുന്നില്ല. അവർ മുമ്പിൽ നെഞ്ച് നിവർത്തി നിൽക്കാൻ ക്രൈസ്തവ സഭാ സംവിധാനങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, സംഘപരിവാറിന് വേണ്ടി മുസ്ലിം സമുദായത്തെ തെറിവിളിക്കുവാൻ, മുസ്ലിം സംഘടനകളെയും മുസ്ലിം ഗ്രൂപ്പുകളെയും ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ്, നാർക്കോട്ടിക് ജിഹാദിന്റെ പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്ന പരിശ്രമത്തിൽ സംഘപരിവാർ നടത്തുന്ന ആരോപണങ്ങൾക്കൊപ്പം നിന്ന് മെഗാഫോണുകളായി സംസാരിക്കുന്ന കാസുകൾ പോലുള്ള സംവിധാനങ്ങൾ ചേർന്നുകൊണ്ട് സംഘപരിവാറിനെ ഭയപ്പെട്ട് അവരുടെ അജണ്ടകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഭീരുക്കളായി മാറിയിട്ടുണ്ട്. എന്തിനേറെ പറയണം, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ രാഷ്ട്രീയം, അവർ പോലും സംഘപരിവാറിന്റെ ഇരകളാണ്. പക്ഷേ അവർ പോലും
നാക്കുകൊണ്ടും വാക്കുകൊണ്ടും വർത്തമാനം കൊണ്ടും ബഡായി വർത്തമാനം കൊണ്ടൊക്കെ പലപ്പോഴും സംഘവിരുദ്ധരാണെങ്കിലും പ്രായോഗിക മണ്ഡലങ്ങളിൽ അവര് പോലും സംഘപരിവാറിന്റെ ഉള്ളടക്കവും സംഘപരിവാറിന്റെ ഭാഷകളും സംഘപരിവാറിന്റെ പ്രചരണങ്ങളും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ രൂപത്തിൽ നമ്മുടെ കേരളീയ പൊതുമണ്ഡലത്തിൽ പോലും പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് തോക്കു വിവാദം എന്ന് പറയുന്നത്. നമ്മുടെ ഏതോ കേരളത്തിൽ ഇങ്ങനെ വടക്കേ അറ്റത്ത് പട്ടികളുടെ നാട്ടിലുയർന്ന പട്ടികളെ പേ പിടിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യര് തന്നെ പേ പിടിച്ചുകൊണ്ട് വർഗീയതയുടെ പേപ്പട്ടികൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പട്ടികൾക്ക് പോലും പേ പിടിക്കുകയും ആ പട്ടികളൊന്നാകെ മനുഷ്യരെക്കാളേറെ മൃഗങ്ങൾക്ക് പരിഗണന നൽകുകയും മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ തല്ലിക്കൊല്ലുകയും ചെയ്ത ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ മൃഗങ്ങൾ തന്നെയും ഏതോ ഒരു പുതിയ ഭാവം സ്വീകരിച്ചുകൊണ്ട് എന്തോ ചില തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ പട്ടികളൊന്നാകെ നമ്മുടെ നാട്ടിൽ പേ പിടിച്ചുകൊണ്ട് തെരുവുകളിലും അങ്ങാടികളിലും എല്ലാം തന്നെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രാജ്യത്തെ ഗവൺമെന്റിനെയും ഭരണകൂടങ്ങളെയും ഇത്തരത്തിലുള്ള ഈ പേപ്പട്ടിയുടെ ഈ അപകടങ്ങളെ വളരെ ഒരു ട്രോൾ ചെയ്തുകൊണ്ട് ഒരു പരിഹാസപൂർവ്വം ഒരു ചെറുപ്പക്കാരൻ ഒരു എയർഗൺ എടുത്ത് അതിനു മുന്നിൽ കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ മുമ്പിൽ നടന്നു പോകുന്ന ഒരു ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടു. ആ സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ട ഒരു ട്രോള് ആ ട്രോളിനെ ഇന്ന് ഭീകരവൽക്കരിച്ച് പൈശാചികവൽക്കരിച്ച് ഇനി ഒരു പക്ഷേ UAPA വരെ എത്തുമോ എന്നാണ് സംശയം. അത്തരത്തിൽ ക്രിമിനൽ കേസ് എടുക്കാൻ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റും ഭരണകൂടവും ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്ന് ഓർക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ സാക്ഷാൽ തോക്ക് വെച്ചിട്ട് അത് വെച്ച് ഉണ്ട വെച്ച് വെടിവെച്ച് ഈ രാജ്യത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏതോ അർത്ഥത്തിൽ ഗർജിക്കുന്ന തോക്കുകൾ പൂജിക്കുന്ന പ്രതീഷ് വിശ്വനാഥന്മാർ ഈ നാട്ടിൽ ധാരാളമുണ്ട്. ദുർഗാവാഹിനിയെ പോലുള്ള വർഗീയത തുപ്പുന്ന വർഗീയതയുടെ വിഷബീജങ്ങൾ നാട്ടിലൊന്നാകെ പ്രചരിപ്പിച്ച് റോട്ടിലൂടെ പോലും ആയുധങ്ങൾ വെച്ചുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തുന്ന കൂട്ടും ഗ്രൂപ്പുകളുമുണ്ട്. അവരൊക്കെ ഒരക്ഷരം പറയാൻ കഴിവില്ലാത്ത, അവർക്കെതിരെ നടപടിയെടുക്കാൻ ശേഷിയില്ലാത്ത നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ട്രോളുകൾക്കെതിരെ UAPA ചുമത്താൻ മാത്രം ക്രിമിനൽ കേസുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇടതുപക്ഷമടക്കം ഈ രാജ്യത്തെ സംഘപരിവാറിന് കീഴ്പ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമോഫോബിക്കായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അങ്ങനെ ഏതോർത്ഥത്തിൽ സ്വന്തം ആദർശത്തെ കുറിച്ച് വിശ്വാസത്തെ കുറിച്ച് ഉന്നതമായ ആത്മവിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിനിധിക്കുന്ന ഇസ്ലാം ഉണ്ടല്ലോ, ഞങ്ങൾ പ്രതിനിധിക്കുന്ന മുസ്ലിം സമൂഹമുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല. ഞങ്ങളുടെ കൈകളിൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പറയുന്നത് പോലെ അതിലെ നിയമങ്ങളും തത്വങ്ങളും ഒക്കെ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറുണ്ടോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ, ജീവിതത്തെ നിങ്ങളൊന്ന് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറുണ്ടോ? പഠിക്കാൻ തയ്യാറുണ്ടോ? വായിക്കാൻ തയ്യാറുണ്ടോ? മനുഷ്യരുടെ വിമോചനത്തിന്, മനുഷ്യരുടെ ജീവിത വിജയത്തിന്, മനുഷ്യന്റെ വ്യക്തി വിശുദ്ധിക്ക്, മനുഷ്യന്റെ കുടുംബ ജീവിതത്തിന്, മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്, മനുഷ്യന്റെ രാഷ്ട്രാന്തരീയ ജീവിതത്തിന്, അഥവാ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന വ്യക്തി വിശുദ്ധിയുടെ, കുടുംബ വിശുദ്ധിയുടെ, സമൂഹ വിശുദ്ധിയുടെ, ധാർമ്മിക വിശുദ്ധിയുടെ പാഠങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, അധ്യാപനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആദർശമേത് എന്ന ചോദ്യത്തിന് ഇസ്ലാമാണ് അതിന് കഴിയുന്ന ഒരേ ഒരു ആദർശം. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഖുർആൻ വായിക്കാൻ തയ്യാറുണ്ടോ? പ്രവാചക ജീവിതത്തെ കുറിച്ച് പഠിക്കാനും വായിക്കുവാനും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇത് അതെ, ഇസ്ലാം പ്രതിസന്ധികളിൽ പെട്ട് ഉഴലുന്ന ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതെ, ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്. ഇസ്ലാമിനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം, ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇസ്ലാമിന്റെ വ്യക്തി ജീവിതം, ഇസ്ലാമിന്റെ സാമൂഹിക ജീവിതം, ഇസ്ലാമിന്റെ പരിസ്ഥിതി സങ്കല്പം, ഇസ്ലാമിന്റെ കുടുംബ ജീവിതം, ഇസ്ലാമിന്റെ മാതാവിനെ സംബന്ധിച്ച്, പിതാവിനെ സംബന്ധിച്ച്, അനാഥകളെ സംബന്ധിച്ച്, അഗതികളെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച്, കുടിവെള്ളത്തെ സംബന്ധിച്ച്, മനുഷ്യന്റെ അങ്ങാടിയെ സംബന്ധിച്ച്, ഇങ്ങനെ ഇസ്ലാമിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഓരോരോ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ മനോഹരമായി സംവാദാത്മകമായി അവതരിപ്പിക്കാനുള്ള ധൈര്യം, അതാണ് പ്രിയമുള്ളവരെ SUവിന്റെ കൊച്ചുമക്കൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഒരു പ്രതീക്ഷയുമാണ്, ഒരു പ്രതീക്ഷയും ആവേശവുമാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ എതിർപ്പുണ്ടല്ലോ, ഈ വെറുപ്പുണ്ടല്ലോ, ഈ വിദ്വേഷമുണ്ടല്ലോ, ഇത് പുതിയ അനുഭവമല്ല. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്, ഇസ്ലാം വെറുപ്പ് എന്ന് പറയുന്നത്, ഇസ്ലാമിക
പ്രബോധകരെ സംബന്ധിച്ച് ഇതുപോലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് പുതിയ സംഭവമല്ല. ചരിത്രാതീത കാലഘട്ടം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞ സൂക്തമുണ്ട്. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا وَلَوْ شَاءَ رَبُّكَ مَا فَعَلُوهُ فَذَرْهُمْ وَمَا يَفْتَرُونَ وَكَذَلِكَ جَعَلْنَا فِي كُلِّ قَرْيَةٍ أَكَابِرَ مُجْرِمِيهَا لِيَمْكُرُوا فِيهَا وَمَا يَمْكُرُونَ إِلَّا بِأَنفُسِهِمْ وَمَا يَشْعُرُونَ وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا مِنَ الْمُجْرِمِينَ وَكَفَى بِرَبِّكَ هَادِيًا وَنَصِيرًا. വിശുദ്ധ ഖുർആനിലെ 3 സൂക്തങ്ങളാണ് ഞാൻ പാരായണം ചെയ്തത്. ആ സൂക്തങ്ങളുടെ അർത്ഥം എല്ലാ കൊച്ചുമക്കളടക്കം പഠിക്കണം. അതേ ചരിത്രത്തിൽ ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ മാത്രം കണ്ടതല്ല. ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ സത്യമായി കടന്നു വന്നപ്പോൾ ദൈവിക മൂല്യങ്ങളുമായി കടന്നു വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച മനുഷ്യരിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട പ്രവാചകന്മാരോട് ശത്രുത കാണിച്ചിട്ടുണ്ട്. വളരെ മധുര മനോജ്ഞമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മധുര മനോജ്ഞമായ ഇവർ പുതിയ പ്രസ്ഥാനക്കാരാണ്, ഇവർ മതമൗലികവാദികളാണ്, ഇവർ തീവ്രവാദികളാണ്, മജ്നൂൻ പിരാന്തനാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്. സാഹിർ എന്നാണ് വിളിച്ചത്, മസ്ഹൂർ എന്നാണ് വിളിച്ചത്, ഷായിർ എന്നാണ് വിളിച്ചത്. അഥവാ ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണ് മൂസ പ്രവാചകൻ. ഈ നാട്ടിൽ പുതിയ വാദവുമായി വന്നവനാണ് അബ്രഹാം പ്രവാചകൻ. മുഹമ്മദ് നബി പിരാന്തനാണ്, മുഹമ്മദ് നബി വ്യാജ കവിയാണ്, മുഹമ്മദ് നബി ഇങ്ങനെ തുടങ്ങുന്ന ആരോപണങ്ങൾ പ്രവാചകന്മാർക്കെതിരിൽ ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും തിന്മയുടെ വക്താക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർ ചരിത്രത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും സത്യത്തിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയ സൂക്തം പോലും ഈ ദൈവികമായി വെളിച്ചത്തെ കെടുത്താൻ, ഈ ദിവ്യപ്രകാശത്തെ കെടുത്താൻ വേണ്ടിയിട്ട് പലരും ഊതിക്കൊണ്ടിരിക്കും. അവരുടെ വായ കൊണ്ട്, അവരുടെ ചാനൽ കൊണ്ട്, അവരുടെ പേജ് കൊണ്ട്, അവരുടെ പത്രമാധ്യമങ്ങൾ കൊണ്ട് ലോകത്ത് സത്യത്തിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ ഊതിക്കൊണ്ടേയിരിക്കും. അവരുടെ വായ കൊണ്ട് ഈ സത്യത്തെ കെടുത്തിക്കളയാൻ അവർ ഊതിക്കൊണ്ടേയിരിക്കും. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പക്ഷേ അവർ അത് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഇസ്ലാം അങ്ങനെ കെട്ടുപോകുന്ന ഒരു വെളിച്ചമല്ല. ഇസ്ലാമിന്റെ വെളിച്ചം അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത്. അതെ, ഇതൊരു പ്രകാശ ഗോപുരമാണ്, ഇതൊരു ലൈറ്റ് ഹൗസ് ആണ്. ആ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചത്തിന്റെ തെളിച്ചത്തിൽ നൂറുന അലാ നൂർ, വെളിച്ചത്തിൽ ജീവിക്കുന്ന ഈ ആദർശത്തെ കെടുത്തിക്കളയാൻ സാധ്യമല്ല. അതുകൊണ്ട് ചരിത്രത്തിൽ കുഫ്റിന്റെ നിഷേധത്തിന്റെ ബഹുദൈവ ആരാധകർ, സത്യനിഷേധികൾ എത്ര വെറുത്താലും ഈ സത്യപ്രകാശത്തെ കെടുത്തിക്കളയാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കുന്നത് ഇസ്ലാമോഫോബിയ എന്നത് ഇന്നലെയോ തുടങ്ങിയ പ്രതിഭാസമല്ല. ഇന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലാണെങ്കിൽ, ഇസ്രയേലിന്റെ നേതൃത്വത്തിലാണെങ്കിൽ, സംഘപരിവാർ നേതൃത്വത്തിലാണെങ്കിൽ, ഇന്നലെ അതിന് പിന്നിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉണ്ടായിരുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ലോകത്തെ ഭരിച്ചിരുന്ന ശക്തികളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോവിയറ്റ് ചെമ്പട, സാക്ഷാൽ റഷ്യ മുതൽ ആ റഷ്യയുടെ വ്യത്യസ്തമായ റിപ്പബ്ലിക്കുകൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഇങ്ങനെ ചെച്നിയ തുടങ്ങുന്ന മുസ്ലിങ്ങൾ ഭൂരിപക്ഷം പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലടക്കം ഈ നിരീശ്വര നിർമ്മിത മതവിരുദ്ധ മതനിഷേധ പ്രത്യയശാസ്ത്രം അത്തരം മുസ്ലിം റിപ്പബ്ലിക്കുകളിൽ തുർക്ക്മാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അടിച്ചമർത്തി അവിടുത്തെ വിശ്വാസികളെ, അവിടുത്തെ പള്ളികളെ, മദ്രസകളെ, ഇസ്ലാമിക വിശ്വാസങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ സഖാവ് ലെനിന്റെ കാലഘട്ടം മുതൽ സ്റ്റാലിന്റെ കാലഘട്ടം ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലെ ചരിത്രം നിങ്ങൾ ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാർ, മുസ്ലിം മാപ്പിള സഖാക്കളൊക്കെ ഒരുപക്ഷെ തങ്ങൾ പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ നാൾ വഴികൾ ഓർക്കേണ്ടതുണ്ട്. ഇന്നൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാര് അവരാണ് തീവ്രവാദത്തിന്റെ പട്ട നൽകിക്കൊണ്ട് ഓരോരുത്തരെ തീവ്രവാദിയാണോ മിതവാദിയാണോ തീരുമാനിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി
ഇസ്ലാമിക്ക് തീവ്രവാദത്തിന് പട്ട നൽകിയ സാക്ഷാൽ ഗോവിന്ദൻ മാഷോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ തീവ്രവാദത്തിന്റെ സർട്ടിഫിക്കറ്റ് CPM-ന്റെ സെക്രട്ടറിമാരെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട ഗതികേട് ഏതായാലും ഇസ്ലാമിക പ്രസ്ഥാനത്തിനില്ല. രാജ്യസ്നേഹത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ RSSന്റെ ശാഖയിൽ പോയിട്ട് അവരുടെ ഭൗതിക പ്രമുഖോ ശിക്ഷ പ്രമുഖോ കാര്യവാഹകോ ശുദ്ധ ഗുണ്ടകളെ ക്രിമിനലുകളുടെ പേരാണ് പറയുന്നത്. അങ്ങനെ ദേശസ്നേഹത്തിന്റെയും ദേശദ്രോഹത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും ഒക്കെ മൊത്തം കുത്തക RSSനാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് രാജ്യസ്നേഹത്തിന് പട്ടം കിട്ടണമെങ്കിൽ സംഘപരിവാറിന്റെ കാര്യസ്ഥന്മാരുടെ അവരുടെ ഏതോ കാര്യവാഹകന്റെ അടുക്കൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നും അതുപോലെ നിങ്ങൾ ദേശദ്രോഹ വർഗീയവാദികളാണോ തീവ്രവാദികളാണോ എന്ന് തീരുമാനിക്കാൻ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാരുടെ പോയി അവരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങണമെന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാം ചരിത്രത്തിൽ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വർഗീയവാദത്തിന്റെ കൊലപാതകങ്ങളുടെ കലാപങ്ങളിലെ മനുഷ്യ രക്തത്തിൽ നിന്ന് നീന്തി തുടിച്ചു വന്ന ചരിത്രം ആർക്കാണുള്ളത് എന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഒരു വേള ഓർക്കേണ്ടത് നല്ലതാണ്. നിങ്ങൾക്ക് സ്റ്റാലിൻ അറിയുമോ? മനുഷ്യ ചരിത്രം കണ്ട ഗ്രേറ്റ് ബുച്ചേഴ്സ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി, മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും വലിയ കശാപ്പുകാരന്റെ പേരാണ് പ്രിയമുള്ളവരെ സാക്ഷാൽ ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. ആ സ്റ്റാലിന്റെ ഫോട്ടോ വെച്ച് ചിത്രം വെച്ച് ഇന്നും പാർട്ടി ഓഫീസുകളിൽ ഇരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എന്ന് പറയുന്നത്. സ്റ്റാലിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അങ്ങ് കംബോഡിയയിലെ പോൾ പോട്ട് എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങ് കൊറിയ ഉണ്ട്, ഉത്തര കൊറിയ. ആ ഉത്തര കൊറിയയിലേക്ക് കമ്മ്യൂണിസം ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കമ്മ്യൂണിസം ഉണ്ടല്ലോ അതാ ഉത്തര കൊറിയയിലുണ്ട്. ഈ കിം ഇൻ ഉൻ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ കുറെ കാലമായി ഇപ്പോൾ ഭരിക്കുന്ന ആള്, പിന്നെ അയാളുടെ അച്ഛൻ, അതിനുമ്പ് അയാളുടെ വെല്ലിച്ചൻ, പിന്നെ അയാളുടെ വെല്ലിച്ചന്റെ അച്ഛൻ, ഇങ്ങനെ അച്ഛന്റെ അച്ഛനായി വെല്ലിച്ചനായി കൊറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിം ഇൻ ഉന്നും കിം അൻ ഉന്നും കിം ഉൻ ഇൻ എന്നൊക്കെ പറയുന്ന അത്തരം ആളുകളുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഏകാധിപത്യത്തിന്റെ മുഖത്തിന് കീഴിൽ മനുഷ്യന് ശ്വാസം വിടാൻ പോലും കഴിയാത്ത വിധത്തിൽ അടിച്ചമർത്തുന്ന ഭീകരപരായ ഭരണാധികാരികൾ. അതാണ് പ്രിയമുള്ളവരെ കമ്മ്യൂണിസ്റ്റ് ലോകത്തെ സ്റ്റാലിൻമാർ. കമ്മ്യൂണിസ്റ്റ് ലോകത്തെ അൻവർ ഹോജി നിങ്ങൾക്കറിയുമോ? പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയുമോ? പോൾ പോട്ടിനെ നിങ്ങൾക്കറിയുമോ? അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് രക്തപ്പൊഴിയൊഴുക്കി എത്ര മനുഷ്യരെ കൊല വിളിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചെങ്കൊടി ചുവന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളുടെ പാരമ്പര്യമുള്ള നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും എത്രയോ കൊലപാതകങ്ങൾ ഈ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് തീവ്രവാദത്തിന്റെ ചാപ്പയുമായിട്ട് നടക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇവിടെ സംഘപരിവാർ മുസ്ലിം സമൂഹത്തെ ഭീകരവാദത്തിന് ചാപ്പ കുത്തി മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുമ്പോൾ അതുപോലെ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെയും മുസ്ലിം സമൂഹത്തെയും ഒക്കെ ഈ രൂപത്തിൽ അപരവൽക്കരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ SCO-വിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭീകരവാദ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് ചൂടിപ്പോകുന്നതിന് പകരം ഞങ്ങളുടെ കൈകളിലുള്ള ആദർശത്തിന്റെ വിശുദ്ധി അത് ഈ ലോകത്തോട് ഉച്ചസ്വരം പറയുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ എതിരിട്ട ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. ചരിത്രത്തിൽ പറങ്കികളോട് ഏറ്റുമുട്ടിയ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. ചരിത്രത്തിൽ സ്പാനിഷ് സാമ്രാജ്യത്വത്തോട് ഏറ്റുമുട്ടിയവരാണ് ഇസ്ലാമിക സമൂഹം. ചരിത്രത്തിൽ ഇറ്റാലിയൻ സാമ്രാജ്യത്വത്തോട്, ചരിത്രത്തിൽ ഡച്ച് സാമ്രാജ്യത്വത്തോട്, ചരിത്രത്തിലെ അതിനു മുമ്പ് റോമൻ സാമ്രാജ്യത്വത്തോട്, ചരിത്രത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്വത്തോട്, ചരിത്രത്തിൽ ബൈസന്റൈനിയൻ സാമ്രാജ്യത്വത്തോട്, അഥവാ ചരിത്രം കണ്ടിട്ടുള്ള കിങ് റിച്ചാർഡുമാരോട്, ലൂയി രാജാവിനോട്, ഫിലിപ്പ് രാജാവിനോട്, അതുപോലുള്ള ചെങ്കിസ് ഖാൻമാരോട്, ഹാലാഖ് ഖാൻമാരോട് ഞാൻ പറയുന്നത് ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ലോകത്തെ ഭരിച്ചിരുന്ന കിസ്രമാരെ, കൈസർമാരെ, ബൈസന്റൈനിയൻ സാമ്രാജ്യത്വത്തെ, അതുപോലെ ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലുള്ള അക്രമികളായ ഭരണകൂടങ്ങളെ, ഇതുപോലുള്ള സാമ്രാജ്യത്വത്തിന്റെയും ചൂഷണത്തിന്റെയും അധികാര രാഷ്ട്രീയം പൂണ്ട ആളുകളെ എന്നും അഭിമുഖീകരിച്ച അവരെയെല്ലാം നേരിട്ട ഒരു ആദർശ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ എന്തുകൊണ്ട് ഇങ്ങനെ വെറുക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഇസ്ലാമിനെതിരെ എന്തുകൊണ്ട് പ്രചരണം നടക്കുന്നു എന്നറിയുമോ? ഇസ്ലാം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും തിന്മകളുടെ വക്താക്കളായി വരുന്നതിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നെഞ്ച് നിവർത്തി അവരുടെ മുമ്പിലേക്ക് കടന്നു എന്ന് തിന്മയുടെ മുമ്പിൽ ഞങ്ങൾ റുക്കൂ ചെയ്യില്ല, തിന്മയുടെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യില്ല. ഇങ്ങനെ തിന്മയുടെ വക്താക്കൾ മുമ്പിൽ റുക്കൂ ചെയ്യാത്ത, സുജൂദ് ചെയ്യാത്ത, നെഞ്ച് നിവർത്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്നതുകൊണ്ടാണ് ഇസ്ലാം വെറുക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയുമോ? ഇസ്ലാം മദ്യത്തിനെതിരാണ്, ഇസ്ലാം വ്യഭിചാരത്തിനെതിരാണ്, ഇസ്ലാം സെക്സ് ടൂറിസത്തിനെതിരാണ്, ഇസ്ലാം ഗാംബ്ലിങ്ങിനെതിരാണ്, ഇസ്ലാം വംശവെറിക്കെതിരാണ്, അങ്ങനെ ഇസ്ലാം പ്രകൃതി ചൂഷണത്തിനെതിരാണ്,
അഥവാ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ തത്വങ്ങൾ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അത് അമേരിക്കയുടെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിരുദ്ധമാണ്. ലോകത്തെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരാണ്. മദ്യത്തെ നിരോധിക്കുന്ന, വ്യഭിചാരത്തെ എതിർക്കുന്ന, പലിശയെ എതിർക്കുന്ന, സകലമന ഗാംബ്ലിങ്ങിനെ എതിർക്കുന്ന, ചൂതാട്ടത്തെ എതിർക്കുന്ന, അതുപോലെ ചൂഷണങ്ങളെ എതിർക്കുന്ന, പ്രകൃതി ചൂഷണത്തെ എതിർക്കുന്ന, ഇങ്ങനെയുള്ള എല്ലാ തിന്മകളെയും, അഴിമതികളെ എതിർക്കുന്ന, സ്വജനപക്ഷപാതത്തെ എതിർക്കുന്ന, അങ്ങനെ തുടങ്ങുന്ന എല്ലാ തിന്മകളെയും എതിർക്കുന്ന, എല്ലാ അർത്ഥത്തിൽ വിശ്വാസ വൈകൃതങ്ങളെയും എതിർക്കുന്ന, എല്ലാ സാമൂഹിക തിന്മകളെയും എതിർക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്തെ തിന്മകളെ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അത് വംശീയതയാകാം, അത് പലിശയാകാം, അത് സെക്സ് ടൂറിസം ആകാം, അത് സമൂഹത്തിന്റെ ആഭാസ അശ്ലീലകളാകാം, അതുപോലെ സമൂഹത്തിന്റെ അഴിമതിയാകാം. ഇങ്ങനെ നിലനിൽക്കുന്ന എല്ലാവിധ തിന്മകളോടും ഉണർത്തുന്നതിനും രാജിയാകാതെ അത്തരം തിന്മകളോട് കൃത്യമായി ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭൂമികയിൽ നിന്നുകൊണ്ട് നിലപാടുകൾ എടുക്കുന്ന ധീരമായ ഒരു സമൂഹവും ഒരു ആദർശവുമാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്, ഇസ്ലാം എതിർക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? മഹാനായ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉണ്ട്, ആനി ബെസന്റ് ഉണ്ട്, അതുപോലത്തെ ഡോക്ടർ രാമകൃഷ്ണ റാവു ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ഒരുപാട് മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കളെ എഴുതിയ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്നത്, ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വന്നതോടുകൂടി, മുസ്ലിങ്ങൾ കടന്നു വന്നതോടുകൂടി അങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിമോചനം കിട്ടിയത്. സംഘപരിവാറൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനമുണ്ട്. ആഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ കാലഘട്ടത്തിൽ ഒരു മനോഹര ഇന്ത്യ ആയിരുന്നു, ആർഷ ഭാരത സംസ്കാരമായിരുന്നു, മഹിത മനോഹരമായ സങ്കല്പങ്ങൾ നിലനിന്നിരുന്ന. ഇപ്പൊ ഓണക്കോടി, ഓണമൊക്കെ ആഘോഷിച്ചല്ലോ. അങ്ങനെ ഒരു ഓണത്തിന്റെ പേര് പറഞ്ഞ്, മാവേലിയുടെ പേര് പറഞ്ഞ്, ഒരു മഹാബലിയുടെ പേര് പറഞ്ഞ് ഈ രാജ്യങ്ങളെ ഉള്ളോളം കള്ളമില്ലാത്ത, പൊളി വചനങ്ങളില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു പൂർവ്വകാല ആർഷ ഭാരതത്തെ കുറിച്ച്, അത്തരം ഒരു ലോകത്തെ കുറിച്ച് ഭൂതകാലം ഈ രാജ്യത്തുണ്ടായിരുന്നു. അത് നശിപ്പിച്ചതും അത് തകർത്തതുമൊക്കെ മുസ്ലിങ്ങളാണ് എന്ന രീതിയിലാണ് സംഘപരിവാറുകാർ ഈ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രബോധം. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യക്കില്ല. ഒരുപക്ഷെ ഈ ആഘോഷിച്ച ഓണത്തിന്റെ മിത്തിൽ പോലും നിങ്ങളൊന്ന് കാണേണ്ടതുണ്ട്. ഈ രാജ്യം ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ നീതിപൂർവം, ധർമ്മപൂർവം, സാഹോദര്യം പോലെ ജീവിച്ച ആളുകളുടെ ഭരണം കണ്ടിട്ട് അസൂയ വന്ന, വെറുപ്പ് വന്ന ഒരു ദൈവം, അത് സവർണ ദൈവമാണ്. അതിവിടുത്തെ സംഘപരിവാറിന്റെ ദൈവമാണ്. അതിവിടുത്തെ വംശീയ വർഗീയതയിൽ വിശ്വസിക്കുന്ന വാമൻ എന്ന് പറയുന്ന ദൈവം ഈ മഹാബലിയ ഭൂമിയിലേക്ക് വന്നിട്ട് ഇങ്ങനൊരു ഭരണം ഇവിടെ പാടില്ല. ഇവിടെ സവർണന്റെ ഭരണമാണ് നടക്കേണ്ടത്. ഇവിടെ വെളുത്തു തുടിച്ച മേലാളിന്റെ ഭരണമാണ് നിലനിൽക്കേണ്ടത്. ഇവിടെ ഈഴവനോ, പറയനോ, പുലയനോ, പിന്നാക്കക്കാർക്കോ അവകാശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവർ പഠിക്കാൻ പാടില്ല, അവർ എഴുതാൻ പാടില്ല, വേദഗ്രന്ഥം വായിക്കാൻ പാടില്ല. അസ്ത്രമെയ്യാൻ പഠിക്കുന്ന അവന്റെ പെരുവിരൽ വരെ, ഏകലവ്യന്റെ വിരൽ മുറിച്ച ചരിത്രം നിങ്ങൾക്കറിയുമോ? ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ച ചരിത്രം നിങ്ങൾക്കറിയുമോ? മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ പുറത്തു നിർത്തിയ തൊട്ടുകൂടായ്മയുടെ, തീണ്ടലിന്റെ, ദൃഷ്ടിയിൽ കണ്ടാൽ ദോഷമുള്ളവർ ദൃഷ്ടിയിൽ പോലും കാണാൻ പാടില്ലാത്ത വിധം മനുഷ്യന് പൊതുവഴിയിൽ വരരുത്, പൊതുവിദ്യാഭ്യാസത്തിൽ വരരുത്, സ്കൂളിൽ വരരുത്, വിദ്യാഭ്യാസം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിലത്തിറങ്ങി പഠിക്കണം. അങ്ങനെ അംബേദ്കറുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം, അംബേദ്കറുടെ സമരം നിങ്ങൾ വായിക്കണം. അംബേദ്കർ ആരോടാണ് സമരം ചെയ്തതെന്ന് ഈ രാജ്യത്തെ ചരിത്രം നിങ്ങൾ മറക്കരുത്. സ്കൂളിൽ ചെന്നപ്പോൾ ഇറങ്ങി നിൽക്കണോ? ബെഞ്ചിലിരിക്കരുത്, ചാക്കിലിരിക്കണം. ബെഞ്ചിലിരിക്കരുത്, ചാക്കിലിരിക്കണം. മുമ്പിലിരിക്കുന്ന സവർണ, പിന്നെ പിറകിലിരിക്കുന്ന മുമ്പിലിരിക്കുന്ന സവർണ കുട്ടികൾക്ക് തടസ്സമാകരുത്. അതുകൊണ്ട് ഏറ്റവും അവസാനം പോയിരിക്കുക, ചാക്കിലിരിക്കുക, നിലത്തിരിക്കുക. അങ്ങനെ പഠിക്കാനോ വായിക്കാനോ അനുവാദമോ സ്വാതന്ത്ര്യമോ ഇല്ലായിരുന്ന ഇന്ത്യയുടെ ഒരു ചരിത്രം, അംബേദ്കറുടെ ചരിത്രം നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ കേരളത്തിലെ ചരിത്രം പഠിക്കുമ്പോൾ സാക്ഷാൽ അയ്യങ്കാളിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഈഴവ ശിവനെ കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഡോക്ടർ പൽപ്പുവിന്റെ ഡോക്ടർ, അതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. മലയാളി മെമ്മോറിയൽ മുതൽ, ഈഴവ മെമ്മോറിയൽ മുതൽ സംവരണമടക്കം എന്താണ് സംവരണത്തിന്റെ ചരിത്രം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന പോലെ എന്തോ ഒരു മനോഹരമായ ഭൂതകാലം ഈ രാജ്യത്തുണ്ടായിരുന്നുവെന്നും ഇവിടേക്ക് കടന്നു വന്ന മുസ്ലിങ്ങൾ, ഇസ്ലാം അതാണ് തകർത്തത് എന്ന പ്രചരണമുണ്ടല്ലോ, അത് കളവാണ്, അത് നുണയാണ്, അത് പൊളിയാണ്. യഥാർത്ഥത്തിൽ അംബേദ്കർ പറയുന്ന ചരിത്രം നിങ്ങൾ വായിക്കണം. കുമാരനാശാന്റെ നളിനി നിങ്ങൾ വായിക്കണം, ലീല വായിക്കണം, നിങ്ങൾ ചണ്ടാല ഭിക്ഷുക്ക് വായിക്കണം. നിങ്ങൾ
നിങ്ങൾ കേരള നവോത്ഥാന ചരിത്രം നിങ്ങൾ വായിക്കണം. സാക്ഷാൽ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി നിങ്ങൾ വായിക്കണം. കല്ലുമാല നിങ്ങൾ അറിയണം. അഥവാ ഈ രാജ്യത്തിന് ചരിത്രം എന്ന് പറയുന്നത് ഒരു സവർണ സംസ്കാരമായിരുന്നു, ഒരു ബ്രാഹ്മണ സംസ്കാരമായിരുന്നു. ഈ നാടിന് മണ്ണ് അവരുടെ കയ്യിലായിരുന്നു. ഈ പറയുന്ന ബ്രഹ്മസ്വത്തിന്റെ കൈകളിലായിരുന്നു. ദേവസ്വം എന്ന പേരിൽ, ബ്രഹ്മസ്വം എന്ന പേരിൽ ഈ രാജ്യത്തെ ഭൂമി ആരുടെ കൈകളിലായിരുന്നു? ഈ രാജ്യത്തെ അധികാരമാരുടെ കൈകളിലായിരുന്നു. അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഇസ്ലാം ഇവിടെ കടന്നു വന്നതോട് കൂടിയിട്ടാണ് ദി ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ, ദി ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. സഖാവ് എം.എൻ. റോയ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ നേതൃത്വം നൽകിയ സഖാവ് ലെനിന്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യയിൽ അറിയപ്പെട്ട ഇടതുപക്ഷ ബുദ്ധിജീവി അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്ന് മലയാളത്തിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഒരു വേള അത് വായിച്ചു നോക്കേണ്ടതുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ദി ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ എന്നതാണ്. ഇന്ത്യയിൽ ഇസ്ലാം നിർവഹിച്ച ചരിത്രപരമായ പങ്ക്. ഇസ്ലാം ഇവിടെ വന്നതോട് കൂടിയിട്ടാണ് മനുഷ്യന് മനുഷ്യനാകാൻ സാധിച്ചത്. ഈ രാജ്യത്തെ പിന്നാക്കക്കാരന് പൊതുവിദ്യാഭ്യാസം കിട്ടത് അങ്ങനെയാണ്, പൊതു റോട്ടിലൂടെ നടക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഈ രാജ്യത്തെ മനുഷ്യന് സ്വാതന്ത്ര്യത്തിന്റെയും സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയതിൽ ഇസ്ലാമിന് വലിയ പങ്കുണ്ട്, മുസ്ലിം ഭരണകൂടങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ് സാക്ഷാൽ എം.എൻ. റോയിയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. ഈ കേരളത്തെ ടിപ്പു സുൽത്താന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അങ്ങ് മൈസൂരിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വന്ന ടിപ്പു സുൽത്താൻ കാസർഗോഡ് വഴി, കണ്ണൂർ വഴി, കോഴിക്കോട് വഴി അങ്ങ് ചാവക്കാട് വരെ എത്തിയ, ആ തൃശൂർ ജില്ലയിലെ ചേലക്കര എത്തിയ ടിപ്പുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. ഈ ഭൂമി, ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ഈ രാജ്യത്തെ കർഷകർക്ക്, പണിയെടുക്കുന്നവർക്ക്, കുടികിടപ്പുകാർക്ക്, അതുപോലുള്ള ആളുകൾക്ക് ഭൂമി കിട്ടാൻ തുടങ്ങിയത്, കർഷകർക്ക്, പണിയെടുക്കുന്നവർക്ക് ഭൂമി കൊടുക്കാൻ പറഞ്ഞത്, ഒന്നാമത് ഭൂപരിഷ്കരണം ഈ കേരളത്തിലെ മണ്ണിൽ പോലും നടപ്പിലാക്കിയത് ടിപ്പു സുൽത്താനാണ്. EMS നമ്പൂതിരിപ്പാടിലൂടെയോ അതല്ലെങ്കിൽ ഏതോർത്ഥത്തിൽ കെ ദാമോദരനിലൂടെയോ പി കൃഷ്ണപിള്ളയിലൂടെയോ അതുപോലെ AKGയിലൂടെയോ തുടങ്ങുന്ന നവോത്ഥാന സമരമല്ല കേരളത്തിലുള്ളത്. സഖാവ് സുനിൽ പി ഇളയിടത്തെ പോലുള്ള ആളുകളൊക്കെ ചരിത്രം പറയുമ്പോൾ, കേരളത്തിലെ നവോത്ഥാനങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അങ്ങ് തിരുക്കൊച്ചിയിലേക്കാണ് പോകുന്നത്. തിരുവിതാംകൂറിലേക്കും ചങ്ങനാശ്ശേരിയിലേക്കും പോയിട്ട് അവിടെ നിന്നും ശ്രീനാരായണ ഗുരുവിലൂടെയും അയ്യങ്കാളിയിലൂടെയും കേളപ്പനിലൂടെയും ദാമോദറിലൂടെയും കൃഷ്ണപിള്ളയിലൂടെയും AKGയിലൂടെയും EMSയിലൂടെയൊക്കെ തുടങ്ങുന്ന ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചരിത്ര വായന കേരള നവോത്ഥാനത്തെ കുറിച്ച് ഇടതുപക്ഷ പ്രകൃതികൾ, ഇടതുപക്ഷ സഹോദരന്മാർ, സഖാക്കൾ പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്. പലപ്പോഴും സഖാക്കളെ നിങ്ങളെ ചരിത്രം അട്ടിമറിക്കുകയാണ്. ചരിത്രത്തിൽ ടിപ്പു സുൽത്താന്റെ ചരിത്രം ഈ കേരളത്തിലെ മണ്ണിൽ വലിയൊരു ചരിത്രമാണ്. ടിപ്പുവിന്റെ പടയോട്ടം മൈസൂരിൽ നിന്നും ഈ കേരളത്തിലെ മണ്ണിലേക്ക് വന്നതോടുകൂടിയിട്ടാണ് ഇവിടെ പൊതുവഴികൾ രൂപപ്പെട്ടത്. ടിപ്പു സുൽത്താൻ റോഡ് എന്ന പേരിൽ കേരളത്തിൽ ധാരാളം റോഡുകളുണ്ട്. റോഡുകൾ ഉണ്ടാക്കിയത് ടിപ്പുവാണ്. ആ റോഡിലൂടെ വന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയ ടിപ്പുവാണ്. മാറുമറയ്ക്കാൻ പോലും ഇന്ന് വീണ്ടും തുറക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. നവോത്ഥാനത്തെ കുറിച്ച് വലിയ വായിൽ പറയുമ്പോഴും നവോത്ഥാന മൂല്യങ്ങൾക്ക് അതീതമായി ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണന്മാരും സവർണന്മാരും പഠിപ്പിച്ച മൂല്യമാണ്, മൂല്യച്യുതിയാണ് ഇന്ന് പുതിയ തലമുറകളെ ക്യാമ്പസുകളിൽ SFI പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു. ഇവിടുത്തെ സവർണ തമ്പ്രാക്കന്മാർക്ക്, സവർണ ജന്മിമാർക്ക് നഗ്നനായ നയനസുഖം, ലൈംഗികതയുടെ നയനസുഖം കിട്ടുവാൻ വേണ്ടി സ്ത്രീകൾ മാറ് തുറന്നിടണമായിരുന്നു. അവിടുത്തെ ആ കാലഘട്ടത്തിലെ ആചാരങ്ങളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന പുസ്തകം മലയാളത്തിലുണ്ട്. എന്തായിരുന്നു നമ്പൂതിരിയുടെ ചരിത്രം, നായർ ചരിത്രം എന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ മറക്കരുത്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ചരിത്രം മറക്കരുത്. ഞാൻ പറയുന്നത് കേരളത്തിലെ മണ്ണിൽ മനുഷ്യന് ഭൂമി കിട്ടിയത്, കർഷകന് മണ്ണിൽ പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്, പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം കിട്ടിയത്, ജന്മിമാരെയും ഇവിടുത്തെ ജമീന്ദർമാരെയും ആട്ടിപ്പുറത്താക്കി അവരുടെ കൈകളിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും വാങ്ങിത്തന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന് കലപ്പ ഒഴുകി ഇവിടുത്തെ ജനങ്ങളെ, എല്ലാ ജാതീയ പിശാചുക്കളെയും കെട്ടിക്കട്ടിച്ചതിന് പിന്നിൽ ഒന്നാമൻ ടിപ്പു സുൽത്താനായിരുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാം 1490കളിൽ ഈ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിന്റെ പറങ്കികൾ ഈ കോഴിക്കോട്ടെ മണ്ണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ, ലോകത്തെ കോളനിവൽക്കരിക്കുവാൻ സാമ്രാജ്യത്വത്തോട് തിട്ടൂരം വാങ്ങിച്ചുകൊണ്ട്, കത്തോലിക്ക പുരോഹിതന്റെ തിട്ടൂരം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന വാസ്കോ ഡ ഗാമ, ആ വാസ്കോ ഡ ഗാമയും അനുയായികളും കോഴിക്കോട്ടെ കാപ്പാട്ട് കപ്പൽ
കപ്പലിറങ്ങിയിട്ട് അവിടെയുള്ള സാമൂതിരിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അനുവാദം നൽകണം. അങ്ങനെ പാവം സാമൂതിരി കച്ചവടം ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ കച്ചവടത്തിന്റെ മറവിൽ ആ നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്തിയപ്പോൾ, ചൂഷണം ചെയ്തപ്പോൾ, കച്ചവടത്തിന്റെ എല്ലാ പേറ്റന്റും വാങ്ങിയെടുത്തപ്പോൾ, ചുങ്കം തരമെന്ന് പറഞ്ഞപ്പോൾ, അവിടെയാണ് പ്രിയമുള്ളവരെ ആ സാമൂതിരിയെ, ഒറ്റ സാമൂതിരിയെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ ഭരണാധികാരിയുടെ മുമ്പിൽ നോക്കി നമ്മുടെ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹമാണ് പ്രിയമുള്ളവരെ കൊച്ചിയിലെ വർത്തക പ്രമാണിമാരായ കുഞ്ഞാലിമരക്കാരെ ആ കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്കും കോഴിക്കോട്ടേക്കും വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ പറങ്കികളോട് പോരാടൂ, ചൂഷകരായ അധിനിവേശക്കാരായ കൊള്ളക്കാരായ അത് ഗാമയോട് അവരുടെ അനുയായികൾ നിങ്ങൾ ചെറുത്തു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കേരളത്തിലെ മണ്ണിൽ ആദ്യമായി പറങ്കികളോട് പോർച്ചുഗീസുകാരുടെ സ്വാതന്ത്ര്യ സമരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ പോരാട്ടം. അതാണ് കേരളത്തിലെ ജിഹാദ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു ഈ കോഴിക്കോട്ടെ കോഴിക്കോട്ടെ സാക്ഷാൽ ചാലിയൻ കോട്ട പോലും പിടിച്ചടക്കി പറങ്കികളെ കെട്ടിച്ച് പറങ്കികളെ ആട്ടിയോടിച്ച് വർഷങ്ങളോളം ഈ നാടിനെ പോർച്ചുഗീസ് അധിനിവേശത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹമായിരുന്നു, മുസ്ലിം പോരാളികളായിരുന്നു. കുഞ്ഞാലിമരക്കാർ 1, കുഞ്ഞാലിമരക്കാർ 2, കുഞ്ഞാലിമരക്കാർ 3, കുഞ്ഞാലിമരക്കാർ 4. ഇങ്ങനെ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം പ്രിയമുള്ളവരെ ഈ പൊന്നാനിയുടെയും എടപ്പാളിന്റെയും അതുപോലത്തെ പരപ്പനങ്ങാടിയുടെയും തിരൂരിന്റെയും താനൂരിന്റെയും ബേപ്പൂരിന്റെയും കോഴിക്കോടിന്റെയും കാസർഗോഡിന്റെയും അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ നടത്തിയ ഈ സ്വാതന്ത്ര്യ സമരത്തെ, ഈ പോരാട്ടത്തെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ സാക്ഷാൽ മാലിക് ദീനാർ വരുന്നുണ്ട്, ഹബീബുർ മാലിക് വരുന്നുണ്ട്. അവർ വന്നപ്പോൾ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലും ഉണ്ടായിരുന്നത് ഈ തൊട്ടുകൂടായ്മയായിരുന്നു, ജാതീയ സംസ്കാരമായിരുന്നു, മനുഷ്യനെ കാണാത്ത സംസ്കാരമായിരുന്നു. അവിടെയാണ് മനുഷ്യൻ ഒന്നാണ്, സമന്മാരാണെന്ന ഇസ്ലാമിന്റെ സമത്വ സിദ്ധാന്തം, ഇസ്ലാമിന്റെ മാനവിക സിദ്ധാന്തം, ഇസ്ലാമിന്റെ വിമോചന സിദ്ധാന്തം അത് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നും വടക്കോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലും ഇസ്ലാമിന് വലിയ പങ്കുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ഈ പൊന്നാനിയുടെ മണ്ണിൽ ജീവിച്ച വെളിയങ്കോട്ട് ഉമ്മർ ഖാദി ഉണ്ടല്ലോ, ഇന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇവിടുത്തെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും വല്ലാത്ത വെറുപ്പോട് അറപ്പോട് പേടിയോട് വീക്ഷിക്കുന്ന വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം, കേരളത്തെ സംഘപരിവാർ മാനസികാവസ്ഥയുള്ള ഇടതുപക്ഷ പ്രൊഫൈലുകളടക്കം പേടിച്ച് വിറച്ച് മൂത്രമൊഴിച്ചെങ്കിൽ ആരാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയുമോ? പ്രിയമുള്ളവരെ, അങ്ങ് മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തെ കോട്ടക്കുന്നിലേക്ക് കാളവണ്ടിയിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിന്റെ തലമുടി പറിച്ച്, താടി പറിച്ച്, മീശ പറിച്ച്, വലിച്ചടിച്ച് കയറിൽ കെട്ടി, ചങ്ങലിൽ കെട്ടി കൊണ്ടുവന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെടിവെക്കാൻ ശ്രമിച്ച, ആ വെടിവെക്കാൻ കടന്നു വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് കെട്ടഴിച്ചു വിടടോ, എന്നെ നെഞ്ചിൽ വെടിവെക്കടോ എന്ന് ധീരമായി പറഞ്ഞ ഏതെങ്കിലും പഞ്ച് ഡയലോഗല്ല. നമ്മുടെ നാട്ടിലെ മൂന്നാംകടി സിനിമക്കാരൻ സുരേഷ് ഗോപിയെ പോലെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ കൃത്രിമമായ അഭിനയിക്കുന്ന ഒരു അഭിനയ വീരനായിരുന്നില്ല പ്രിയമുള്ളവരെ സാക്ഷാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സിനിമയെ ഇവർ ഭയപ്പെടാൻ കാരണം ഈ വാര്യംകുന്നത്തിന്റെ ചരിത്രമെങ്ങാനും ഒരു സിനിമയായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ വന്നാൽ, നമ്മുടെ സിനിമാ സംവിധാനങ്ങളിൽ വന്നാൽ, ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വന്നാൽ, ഈ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പൂർവ്വഗാമികൾ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തി കണ്ടുകൊണ്ട്, അവരെ ധീരത കണ്ടുകൊണ്ട്, അവരെ പോരാട്ട വീര്യം കണ്ടുകൊണ്ട്, അവരുടെ ഡയലോഗ് നാക്കും വാക്കിനപ്പുറം ഹൃദയത്തിനുള്ളിൽ നിന്നും വന്ന ആ ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടം അലി മുസ്ലിയാരെ കണ്ടാൽ, അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കണ്ടാൽ, വെളിയങ്കോട്ട് ഉമ്മർ ഖാദിയെ കണ്ടാൽ, ഈ മലബാറിന്റെ മണ്ണ് നിങ്ങൾക്കറിയുമോ? ഞാൻ നിങ്ങൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുണ്ടല്ലോ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ബ്രിട്ടീഷുകാരെ വെള്ളം കുടിപ്പിച്ച നാടാണ് പ്രിയമുള്ളവരെ ഈ പറയുന്ന മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ പൊന്നാനിക്ക് ഒരു ചരിത്രമുണ്ട്? നിങ്ങൾക്കറിയുമോ എടപ്പാളിനൊരു ചരിത്രമുണ്ട്? തിരൂരിനും താനൂരിനും വാഗൺ ട്രാജഡി ചരിത്രമുണ്ട് പ്രിയമുള്ളവരെ. കൊണ്ടോട്ടിക്കൊരു ചരിത്രമുണ്ട്. അങ്ങനെ കുറ്റിപ്പുറം പാലത്തിനും അതുപോലെ തന്നെ ഫാറൂഖ് പാലത്തിനുമിടയിൽ 10,000-ഓളം രക്തസാക്ഷികൾ ഈ മലപ്പുറം ജില്ലയിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ചേറൂരിന്റെയും വെന്നിയൂരിന്റെയും അതുപോലെ പൂക്കോട്ടൂരിന്റെയും അങ്ങനെ തുടങ്ങുന്ന ഓരോരോ പ്രദേശങ്ങൾക്കും ഇവിടുത്തെ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. ഞാൻ ബ്രിട്ടീഷുകാർക്ക് തല കുനിക്കാത്ത ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ മലബാറിന്റെ ചരിത്രം. ഈ രൂപത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രമുള്ള അത്ര വിമോചന ശേഷിയുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അതല്ലാതെ മുസ്ലിങ്ങൾ ഭീകരന്മാരായതുകൊണ്ടല്ല, മുസ്ലിങ്ങൾ തീവ്രവാദികളായതുകൊണ്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആരാണ് ലോകത്തെ ഭീകരന്മാർ? അമേരിക്കയാണോ? അതല്ല മുസ്ലിങ്ങളാണോ? ഇസ്രയേലാണോ? അതല്ല മുസ്ലിങ്ങളാണോ? RSS ആണോ? അതല്ല
ജമാഅത്ത് ഇസ്ലാമിയാണോ? നിങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചു നോക്കൂ. ലോകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? സൗദി അറേബ്യയിലാണോ? UAE-യിലാണോ? ഖത്തറിലാണോ? കുവൈറ്റിലാണോ? ബഹ്റൈനിലാണോ? ഇന്തോനേഷ്യയിലാണോ? മലേഷ്യയിലാണോ? എവിടെയാണ് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് പ്രിയമുള്ളവരെ ഫോസ്ഫറസ് ബോംബുണ്ടോ? ആറ്റം ബോംബുണ്ടോ? ഹൈഡ്രജൻ ബോംബുണ്ടോ? ന്യൂക്ലിയർ ബോംബുണ്ടോ? ലോകത്ത് ബോംബ് കൃഷി ചെയ്യുന്നത് ആരാണ്? ലോകത്ത് ആയുധ കച്ചവടം ചെയ്യുന്നത് ആരാണ്? ലോകത്തെ സാമ്പത്തികമായി കൊള്ളയടിക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? ലോകത്തെ രാഷ്ട്രീയമായി അധിനിവേശം ചെയ്യുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? ലോകത്തിൽ പ്രകൃതിയെ തകർക്കുന്ന, പരിസ്ഥിതിയെ തകർക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? ലോകത്തെ അശ്ലീലതകൾ, ആഭാസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? എയ്ഡ്സ് എവിടെയാണ്? എബോള എവിടെയാണ്? ഉഷ്ണപ്പുണ്ണ് എവിടെയാണ്? സിഫിലിസ് എവിടെയാണ്? ഗുഹ്യരോഗങ്ങൾ എവിടെയാണ്? കുടുംബം തകർന്നത് എവിടെയാണ്? ഫാമിലി തകർന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലാണോ? UAE-യിലാണോ? ഖത്തറിലാണോ? കുവൈറ്റിലാണോ? ഇന്തോനേഷ്യയിലാണോ? മലേഷ്യയിലാണോ? അല്ല കൂട്ടരെ, അവിടെ ഭീകരതയില്ല, അവിടെ കലാപങ്ങളില്ല, അവിടെ ബോംബുകളില്ല, അവിടെ ആയുധങ്ങളില്ല, അവിടെ എയ്ഡ്സ് ഇല്ല, അവിടെ കുടുംബജീവിതമുണ്ട്, സദാചാരമുണ്ട്, അവിടെ കേളുകളില്ല, അവിടെ ക്ലബ് സംസ്കാരമില്ല, അവിടെ സ്വർഗ ഭോഗികളില്ല, സ്വർഗാനുരാഗികളില്ല, സഡോമികളില്ല, ലെസ്ബിയാനികളില്ല, ഗേ ഇല്ല, LGBTQ എന്നൊക്കെ പറഞ്ഞ ആഭാസ വൃത്തികേടുകൾ ഇസ്ലാമിക ലോകത്തില്ല. ഇസ്ലാമിക ലോകത്ത് വിശുദ്ധമായ കുടുംബമാണുള്ളത്. മാതാപിതാക്കൾ ആദരിക്കപ്പെടുകയാണ്. മദ്യപിക്കാത്ത ഒരു സമൂഹമാണ്, വ്യഭിചരിക്കാത്ത ഒരു സമൂഹമാണ്, ചൂതാട്ടത്തിന് ഏർപ്പെടാത്ത ഒരു സമൂഹമാണ്, സക്കാത്ത് കൊടുക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ലോകത്ത് യഥാർത്ഥത്തിൽ മനുഷ്യന് നന്മ പ്രദാനം ചെയ്യുന്ന, നീതി ഉദ്ഘോഷിക്കുന്ന, ധർമ്മം പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം ലോകത്ത് ഇസ്ലാമാണ്. ഇന്ത്യയിൽ പോലും ഇസ്ലാമിനെ എന്തിനു നിങ്ങൾ വെറുക്കണം? ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ലോകത്തൊരു സൃഷ്ടാവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരുപാട് ദൈവങ്ങളില്ല. ആ ദൈവത്തിന് സൃഷ്ടികളാൽ മുഴുവൻ മനുഷ്യരും. ദൈവത്തിന്റെ തലയിൽ നിന്നും ആരും വന്നിട്ടില്ല, ദൈവത്തിന്റെ തലയിൽ നിന്നും ബ്രാഹ്മണൻ വന്നിട്ടില്ല, ദൈവത്തിന്റെ ഉടലിൽ നിന്നും ശൂദ്രം വന്നിട്ടില്ല, ദൈവത്തിന്റെ അരഭാഗത്തു നിന്നും വൈശ്യം വന്നിട്ടില്ല, ശൂദ്രം വന്നിട്ടില്ല, ദൈവത്തിന്റെ കാലിൽ നിന്നും ശൂദ്രം വന്നിട്ടില്ല. ദൈവത്തിന്റെ വിരാട് പുരുഷന്റെ കാലിന്റെ പുറത്തു നിന്നും വന്നവരാണ്. ഇവിടുത്തെ പറയനും പുറയനും ഈഴവനെന്നും വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് അങ്ങനെ വർണ്ണവെറിയില്ല, ദൈവം വംശവെറി ഉണ്ടാക്കിയിട്ടില്ല, ദൈവം സവർണനും അവർണനും ഉണ്ടാക്കിയിട്ടില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്, ദൈവം ഒന്നേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത്, യഹോവ എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ്. ഈ ലോകത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഈ അധ്യാപനം ഭീകരമാണോ? ഈ അധ്യാപനം പ്രശ്നമാണോ? ഈ അധ്യാപനത്തിൽ ഇവരെല്ലാവരും ഭയപ്പെടുന്നു. RSSന് പേടി. ഈ അധ്യാപനമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചൊരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് അടിമകളാണ് മുഴുവൻ മനുഷ്യരും. ഞാൻ ചോദിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് അങ്ങ് കശ്മീർ മുതൽ കേരളം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു പൂണൂല് കാണാം. പൂണൂല് പക്ഷേ രാജ്യത്തിന്റെ ഭൂപടത്തിൽ കാണില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റുകൾ ചെന്ന് നോക്ക്, നിയമസഭകൾ നോക്ക്, കോടതികൾ നോക്ക്, ജഡ്ജിമാരെ നോക്ക്, IAS ഉദ്യോഗസ്ഥന്മാരെ നോക്ക്, IPS-കാരെ നോക്ക്, IFS-കാരെ നോക്ക്, ഉന്നത ഉദ്യോഗ തലങ്ങളെ നോക്ക്. നിങ്ങൾക്ക് കാണാം ഈ രാജ്യത്തെ സവർണ ജനവിഭാഗങ്ങളുടെ കൈകളിലാണ് ഈ രാജ്യത്തെ പാർലമെന്റ്, അവരുടെ കൈകളിലാണ് രാജ്യത്തെ നിയമസഭ, അവരുടെ കൈകളിലാണ് IAS-ഉം IPS-ഉം IFS-ഉം, അവരുടെ കൈകളിലാണ് ഉന്നത ഉദ്യോഗ മേഖലകളെല്ലാം. അവരാണ് കളക്ടർമാർ, അവരാണ് എഞ്ചിനീയർമാർ, അവരാണ് ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവർ. ഇവിടുത്തെ പറയനും പുലയനും ദലിതനും ഒക്കെ നിങ്ങൾ ജമ്മുതാബി, ഈ കന്യാകുമാരി മുതൽ കശ്മീർ പോയവർ നിങ്ങൾക്ക് ഇസ്ലാമാണോ? ഇസ്ലാമല്ല. ആരാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം സ്വീകരിച്ചാൽ അതിന്റെ അപകടം പ്രിയമുള്ളവർ നിങ്ങൾ തന്നെ അനുഭവിക്കും. നിങ്ങൾ ക്ഷേത്രത്തിൽ വരാൻ പാടില്ല, ക്ഷേത്രത്തിനകത്തല്ല, ക്ഷേത്രത്തിന് പുറത്തുള്ള റോട്ടിലൂടെ പോലും നടക്കാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ പാലിയം സമരത്തെ കുറിച്ച്? നിങ്ങൾക്കറിയുമോ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച്? നിങ്ങൾക്കറിയുമോ ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച്? നിങ്ങൾക്കറിയുമോ ക്ഷേത്രപ്രവേശന വിളംബരം എന്താണെന്ന്? ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ് നിങ്ങൾക്കറിയുമോ? അങ്ങ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ നിലവറ നമ്പർ 1, നിലവറ നമ്പർ 2, നിലവറ നമ്പർ 3, നിലവറ 1-ലും നിലവറ 2-ലും നിലവറ 3-ലും ഒക്കെ സ്വർണത്തിന്റെ ഒരുപാട് ഖജനാവുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആരുടെ സ്വത്താണത്? ആരാണ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്? ആരുടെ കൈകളിലാണ് ഈ ക്ഷേത്ര സ്വത്തുകളുള്ളത്? ഞാൻ പറയുന്നത് ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി ബോധം. ചരിത്ര ബുദ്ധൻ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയോ? ചരിത്ര ജൈനൻ എന്ത് സംഭവിച്ചു എന്നറിയോ? ബുദ്ധവിഹാരങ്ങൾ എന്ത് പറ്റിയെന്ന് നിങ്ങൾക്കറിയുമോ? അതുകൊണ്ട് ചരിത്രം നിങ്ങൾ മറക്കരുത്. ചരിത്ര ബുദ്ധമതത്തെ
ഇല്ലാതാക്കിയവർ, ചരിത്രത്തിൽ ജൈനമതത്തെ ഇല്ലാതാക്കിയവർ, ചരിത്ര ദ്രാവിഡ സമൂഹം, ഈ രാജ്യത്തെ ആദിമ സമൂഹം എന്ന് പറയുന്നത്, സിന്ധു നദീതടം എന്ന് പറയുന്നത്, മോഹൻജദാരോ, ഹാരപ്പ നാഗരികതയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഈ രാജ്യത്തെ ദ്രാവിഡ ജനവിഭാഗങ്ങളെ ആട്ടിയോടിച്ചവരാരാണ്? അവരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ. അവരെ പ്രത്യയശാസ്ത്രമാണ് പശു എന്ന് പറയുന്നത്. സുഖമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത് തിരിച്ചറിയാൻ ശേഷിയില്ലെങ്കിൽ നിങ്ങൾ ചരിത്രത്തിൽ പരാജയപ്പെടും. ഞങ്ങൾക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിനറിയാം. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം ഈ സവർണ സംസ്കാരത്തെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുകയില്ല. ഈ സവർണ ബ്രാഹ്മണ്യത്തിന്റെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരു ദൈവമേ ഉള്ളൂ. ഞങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യർ ഒരൊറ്റ മനുഷ്യരുള്ളൂ. മനുഷ്യരെല്ലാവരും ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു മഹത്വമില്ല. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു മഹത്വമില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ജാതീയതയില്ല, തൊട്ടുകൂടായ്മയില്ല, തീണ്ടലില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും അവകാശം വേണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ ഓരോരോ കാഴ്ചപ്പാട്. സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ എന്താ പ്രചരിപ്പിച്ചത്? ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന് കൃത്യമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീകൾ സ്വതന്ത്രരാണ്. അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട്. മുസ്ലിം പെണ്ണിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവളെ ഉടല് പബ്ലിക് സ്വത്തല്ല, പൊതു സ്വത്തല്ല. സ്ത്രീകളുടെ സൗന്ദര്യം കച്ചവട ചരക്കല്ല. അതുകൊണ്ട് അവർ ഗേളുകളാക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. പ്രിയമുള്ളവരെ, വെപ്പാട്ടിയുടെ ജീവിതം ഞങ്ങൾ അനുവദിക്കാറില്ല. വേശ്യാവൃത്തിയിലൂടെ പൈസ സമ്പാദിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. കുടുംബ ജീവിതത്തിന്റെ ധാർമ്മികതയിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ സൗന്ദര്യം, പ്രിയമുള്ളവരെ, പൊതു വസ്തുവല്ല. അത് പ്രകടിപ്പിക്കില്ല, അത് മറച്ചുവെക്കും. അതുകൊണ്ട് മുസ്ലിം സ്ത്രീ തന്റെ ഭർത്താവിന് മുന്നിൽ മാത്രമാണ് തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുകയുള്ളൂ. അതിനപ്പുറം തന്റെ സൗന്ദര്യം പൊതുമണ്ഡലത്തിൽ പ്രകടിപ്പിക്കാനും ശരീരം പ്രദർശിപ്പിക്കാനും, അങ്ങനെ പട്ടി പ്രദർശനത്തെ പോലെ പെണ്ണ് പ്രദർശനവും സൗന്ദര്യ മത്സരവും ചുംബന മത്സരവും ഒന്നും ഇസ്ലാമിക സംസ്കൃതിയിലില്ല. ഇസ്ലാമിന് ഉന്നതമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ കത്തിവെക്കുവാൻ സംഘപരിവാറിനപ്പുറം ഇപ്പോൾ ഇടതുപക്ഷം പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദാസ്യാപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? വർഗസമരം നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക്, നിങ്ങളുടെ പുതിയ തലമുറകൾക്ക്, SFIയുടെ കൊട്ടിപ്പിടിക്കുന്ന സഹോദരന്മാരെ, സോഷ്യലിസം എന്ന് നിങ്ങളുടെ വെള്ളക്കോടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ജനാധിപത്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സ്വാതന്ത്ര്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് ട്രോളാണോ? സോഷ്യലിസം എന്താണെന്ന് എത്ര സഖാക്കൾക്കറിയാം? വർഗസമരത്തെ കുറിച്ച് നിങ്ങൾക്കറിയോ? പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്നും സ്ലേവറിയിലൂടെ, ഫ്യൂഡലിസത്തിലൂടെ, സോഷ്യലിസത്തിലൂടെ, കമ്മ്യൂണിസത്തിലൂടെ മുന്നോട്ട് പോകുന്ന ചരിത്രത്തിന്റെ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സർപ്ലസ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മാർക്സിന്റെയും ലെനിന്റെയും കൃതികളെ കുറിച്ച് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കൈകളിൽ ദാസ് ക്യാപിറ്റൽ ഇല്ല, മാർക്സിസ്റ്റ് മാനിഫെസ്റ്റോ ഇല്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇല്ല. അത് പറയാനോ പഠിപ്പിക്കാനോ നിങ്ങളുടെ സഖാക്കൾക്ക് കഴിയില്ല. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് നിങ്ങളുടെ ദർശനവും പ്രത്യയശാസ്ത്രവും എല്ലാം വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കയ്യിലെടുത്തിട്ടുള്ളത് മുതലാളിത്തത്തിന്റെ ജീർണിച്ച, അവർ വലിച്ചെറിഞ്ഞ കുപ്പത്തൊട്ടിലെറിഞ്ഞ അവരുടെ സാംസ്കാരിക വൈകൃതങ്ങളെ ഏതോർത്ഥത്തിൽ യൂറോപ്യൻ നാടുകളിൽ, അമേരിക്കയിൽ, ബ്രിട്ടനിൽ, തായ്ലൻഡിൽ, തായ്വാനിൽ, അങ്ങനെ ഹോങ്കോങ്ങിൽ, അങ്ങനെ അവിടങ്ങളിലെ ജീർണിച്ച സംസ്കാരം, അവരുടെ കുടുംബത്തെ തകർത്ത, സദാചാരത്തെ തകർത്ത, ധാർമ്മികത തകർത്ത, അവസാനം അവർ വലിച്ചെറിഞ്ഞ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ വേസ്റ്റ് കുപ്പി എടുത്തുകൊണ്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ആണും പെണ്ണും ഏതാണെന്ന് വേർതിരിച്ചറിയാത്ത, പെണ്ണിന്റെ വസ്ത്രം അഴിക്കുന്ന സ്വതന്ത്ര ലൈംഗികതയെ കുറിച്ച്, ഉദാര ലൈംഗികതയെ കുറിച്ച് ക്ലാസുകൾ എടുക്കുകയാണ്. എന്തിനാണ് ഭാര്യ ഭർത്താക്കന്മാർ, എന്തിനാണ് കുടുംബം? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കന്നുകാലികളെ പോലെ ജീവിച്ചുകൂടെ? പട്ടിയെ പോലെ, പൂച്ചയെ പോലെ ജീവിച്ചാൽ പോലെ. അങ്ങനെ മനുഷ്യനെ മൃഗങ്ങളാക്കുന്ന കാറ്റലിസത്തിന്റെ, കഞ്ചാവിസത്തിന്റെ, കാറ്റലിസം മാത്രമല്ല, കഞ്ചാവിസം ചുണ്ടിൽ പുകക്കുന്ന കഞ്ചാവ് മാത്രമല്ല, തലച്ചോറിൽ കഞ്ചാവിസം അടിച്ചു കയറ്റുകയാണ് പുതിയ SFI കുട്ടികൾ എന്ന് പറയേണ്ടി വരുന്നു. നവലിബറലിസത്തിന്റെ പുതിയ തലമുറയെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട്, ധാർമ്മിക മൂല്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, സെക്സ് വിത്തൗട്ട് ഷെയിം, ഒരു ലജ്ജയും വേണ്ടോ, തുറന്ന ലൈംഗികതയാകാം, ആർക്കും ആരുമായി പ്രണയിക്കാം, പ്രണയിക്കൂ, പ്രേമിക്കൂ, സ്വതന്ത്രമായി ബന്ധപ്പെടൂ, ചുംബിക്കൂ. ചുംബന സമരത്തിന്റെ അങ്ങനെ ഒരു തുറന്ന കാളച്ചന്തയായി നമ്മുടെ നാടിന് ചുവന്ന തെരുവിന്റെ സംസ്കാരം, മഞ്ഞ പത്രങ്ങളുടെ സംസ്കാരം, നീല സിനിമകളുടെ സംസ്കാരം പുതിയ തലമുറയെ മനോരോഗികളാക്കി അത്തരം സാംസ്കാരികമായി വൈകൃതങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം പോലും അവരുടെ തലമുറയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അടിമത്വത്തെ, സംഘപരിവാര അടിമത്വത്തെ, സവർണ സംസ്കാരത്തെ, ബ്രാഹ്മണ്യ
സംസ്കാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആദർശമാണ് ഇസ്ലാം. കമ്മ്യൂണിസ്റ്റുകൾ നിരന്തരം പ്രവർത്തിക്കുന്ന മനുഷ്യ മൃഗമാണെന്ന് പഠിപ്പിക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ പണ്ടെങ്ങോ കാട്ടിലുണ്ടായിരുന്ന കുരങ്ങുകളുണ്ടല്ലോ, അങ്ങനെ മരങ്ങളിലൂടെ മരച്ചില്ലകളിലൂടെ ചാടിക്കളിച്ച് നടന്ന കുരങ്ങുണ്ടല്ലോ, ആ കുരങ്ങന്റെ വാലങ്ങോട്ട് പോയി നട്ടെല്ലങ്ങോട്ട് നിവർന്നു, പതുക്കെ എണീറ്റ് നിന്നു. അങ്ങനെ എണീറ്റ് നിന്ന് ആയിത്തീർന്നതാണ് പരിണാമഘട്ടത്തിന്റെ ഏതോ ദശാസന്ധിയിൽ മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ഈ രൂപത്തിൽ പടുവിഡ്ഢിത്തം മനുഷ്യനെ പഠിപ്പിക്കുന്ന ഡാർവിനിസം ഉണ്ടല്ലോ, ഹെഗലിസം ഉണ്ടല്ലോ, ഫ്രോയിഡിസം ഉണ്ടല്ലോ, അതുപോലുള്ള ദർശനങ്ങളെല്ലാം ഉട്ടോപ്പിയാണ്, പരമവിഡ്ഢിത്തമാണ്. മാർക്സിസം എന്നതുപോലും പരമവിഡ്ഢിത്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ ലിബറലിസം എന്ന് പറഞ്ഞ മുതലാളിത്തത്തിന്റെ വൈകൃതത്തെ പുൽകിക്കൊണ്ട് സ്വന്തം കുട്ടികളെ ലിബറലിസത്തിന്റെ മുതലാളിത്തത്തിന്റെ കാളച്ചന്തയിലേക്ക് കൊണ്ടുപോയി ഒരു പുതിയ മതം പഠിപ്പിക്കുന്ന ആളുകളെയും ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കഞ്ചാവിന് രക്ഷപ്പെടണമോ, കാറ്റലിസത്തിന് രക്ഷപ്പെടണമോ, ലഹരിന് രക്ഷപ്പെടണമോ, ജീവിത കുടുംബത്തെ തകർച്ച രക്ഷപ്പെടണമോ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വിശുദ്ധി വേണമോ, കുടുംബജീവിത വിശുദ്ധി വേണോ, മദ്യം കഴിക്കാത്ത, ചൂതാട്ടത്തിന് ഏർപ്പെടാത്ത, തിന്മകൾ ചെയ്യാത്ത ധാർമ്മികതയുടെ ഒരു സംസ്കാരം വേണമോ? അതിലാണ് ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത്തരം സ്വന്തം ആദർശത്തെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് ആത്മാഭിമാനത്തോടെ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും നിങ്ങൾ തയ്യാറാകണം. SIO അത്തരം ഒരു ആദർശത്തിലേക്കാണ്, പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. SIO-വിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ സത്യസന്ധമായ, ആവേശജലമായ, ദൈവികമായ, മൂല്യവത്തായ, ധാർമ്മികതയിൽ കേന്ദ്രീകൃതമായ ആയിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ.